മുരളീ മോഹന കൃഷ്ണ ഹരേ മുരളീ മാധവ കൃഷ്ണ ഹരേ മുരളീ മോഹന. ഭഗവാനെ പള്ളി ഉണർത്താനായി വാസുദേവൻ ഇന്നും നേരത്തെ തന്നെ എത്തിയില്ല. എന്തൊരിടിയാ! ഇന്നലത്തെ പോലെ ഇന്ന് ശക്തമായ മഴ പെയ്താൽ ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ മുഴുവൻ തടസ്സപ്പെടും. എന്തോ സംഭവിക്കാൻ പോണതിന്റെ സൂചനയാ. കൃഷ്ണ, അപകടമൊന്നും വരുത്താതെ കാത്തോണേ. അമ്മയ്ക്ക് തീരെ വയ്യ മോനെ, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാം. ദേവയ്ക്ക് പ്രസവവേദനയാണെന്നാ തോന്നുന്നേ. അതെ, വയറ്റേട്ടി വിളിച്ചിട്ടുണ്ട്. വേഗമാ, നമുക്ക് പോയി നോക്കാം. കാര്യം പന്തിയല്ലെന്നാ തോന്നുന്നേ. ഞാനൊന്ന് നോക്കട്ടെ. ശരി. അച്ഛാ, അമ്മ വേദനയോണ്ട് വീട്ടിൽ കിടന്ന് കരയുക. എന്താ വാസുദേവ? ദേവയ്ക്ക് പ്രസവേദന തുടങ്ങി. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്റെ കൃഷ്ണ, കൃഷ്ണൻ ജനിച്ച അഷ്ടമരോഹിണിയിൽ തന്നെ തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഭാഗ്യമാ. വാസുദേവ, ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാ നിങ്ങളുടെ കുടുംബം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. വാസുദേവ, ഇത് പിടിക്കുക. ഇത് കൃഷ്ണ ഭഗവാൻ അർപ്പിച്ച തുളസി തീർത്ഥ. സുഖപ്രസവത്തിന് വേണ്ടി ഈ തീർത്ഥം ദേവയ്ക്ക് കൊടുക്കുക. അതെ, ഇതെന്റെ കയ്യിൽ നിൽക്കൂല. വേദന തുടങ്ങിയിട്ട് പ്രസവിക്കേണ്ട നേരം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാകും. ശരി. നീ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വാ. ദേവകി, നമ്മൾ നിത്യം പൂജിക്കുന്ന കൃഷ്ണ ഭഗവാൻ നമുക്ക് ഒരാപത്തും വരുത്തില്ല. നീ സമാധാനായിട്ടിരിക്കുക. ഭഗവാനും ദയിച്ച തുളസി തീർത്ഥവാ. വാ തുറക്കും. സമാധാനായിട്ടിരിക്കുക. വാസു, ഞാനൊന്നുകൂടി ശ്രമിച്ചു നോക്കാം. ദൈവനിശ്ചയം എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. എന്റെ ദേവതയ്ക്ക് ഒരാപത്തും വരുത്താതെ കാത്തു രക്ഷിക്കണേ കണ്ട. എന്തായി? ദേവകി പ്രസവിച്ചു. പെൺകുഞ്ഞ. ദൈവമേ, എന്താ ചേച്ചി? ദേവകി പ്രസവിച്ചു. പെൺകുഞ്ഞ.
എന്റെ കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എടാ മോനെ, നിനക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായെന്ന്. അച്ഛാ, നമുക്ക് പോയി കാണാം. ആ വാ. വാസുവേ, ആ, ആ കുഞ്ഞ് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. എന്താ എന്താ ചേച്ചി പറഞ്ഞേ? കുഞ്ഞിന് അനക്കമില്ല. എന്റെ കൃഷ്ണ, എന്റെ കൃഷ്ണ, എന്ത് തെറ്റ് ചെയ്തിട്ട എന്റെ കൃഷ്ണ ഞങ്ങളുടെ സന്തോഷത്തെ നീ തകർത്ത് കളഞ്ഞത്? നിനക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു ഞങ്ങളോട് എന്തിനു ചതി ചെയ്തു? വാസുവേ, ഈശ്വരന്റെ പദ്ധതികളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്റെ മാധവേട്ട, എന്റെ കൃഷ്ണ, നിന്റെ ജന്മസമയം എന്റെ കുഞ്ഞിന്റെ മരണസമയാക്കി കളഞ്ഞല്ലോ നീ. അച്ഛാ, എനിക്ക് ജീവനുള്ള അനിയത്തിയെ തന്നെ കണ്ണനോട് പറയാ അച്ഛാ. എന്റെ കൃഷ്ണ, ഞങ്ങൾ നിന്നോട് കാണിക്കുന്ന ഭക്തിയും സ്നേഹവും സത്യമാണെങ്കിൽ എന്റെ മോടെ ജീവൻ തിരിച്ചതായ എന്റെ കൃഷ്ണ. കുഞ്ഞുവാവ, അച്ഛന്റെ വാവേ, മുത്തേ. ഇവൾ കൃഷ്ണന്റെ രാധ തന്നെ വാസു. സാക്ഷാൽ രാധ ജനിച്ച് 1 വർഷം കഴിഞ്ഞ് കണ്ണന്റെ സ്പർശനമേറ്റപ്പോഴാ ആദ്യമായി രാധ കണ്ണു തുറന്നത്. അവൾ ആദ്യമായി കണ്ടത് ഭഗവാൻ കൃഷ്ണനെയായിരുന്നു. ഇവിടെയും അതുപോലെ അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. കൃഷ്ണ ജയന്തിയിൽ കണ്ണന്റെ നിറത്തോടുകൂടി ജനിച്ചവൾ ശ്യാമയാണ്. കണ്ണന്റെ സ്വന്തം ശ്യാമ. ഭഗവാനെ കൃഷ്ണ, നിന്നെ അവിശ്വസന് എന്നോട് ക്ഷമിക്കും. വിസ്മയ, നമുക്കിനി പാട്ട് മത്സരം നടത്തിയാലോ? അതിന് ശ്യാമ വന്നില്ലല്ലോ. മ്യൂസിക് ടീച്ചറുടെ മോളല്ലേ വിസ്മയ? ഇവള് ലീഡ് ചെയ്യട്ടെ. വലിയ പാട്ടുകാരിയുടെ മോളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു താളബോധം ഇല്ല, പോരാത്തതിന് കാക്കയുടെ ശബ്ദവും. പാട്ടിന്റെ കാര്യത്തിൽ മിടുക്കി ശ്യാമയാ. ഈ പറയുന്ന ശ്യാമയെ കാണാൻ എന്തിനു കൊള്ളാം. കാർമേഘത്തിന്റെ നിറല്ലേ അവക്ക്. ആ
ദേ ശ്യാമ വന്നല്ലോ. ശ്യാമ വന്നല്ലോ. വിസ്മയ്ക്ക് ഇഷ്ടല്ലേ പാട്ട് വേണ്ട, നമുക്ക് കണ്ണ് കെട്ടി കളിക്കാം. ആരുടെ കണ്ണ് കെട്ടും? വിസ്മയുടെ കണ്ണ് കെട്ടും. ഞാൻ ഒരു കളിക്കും. അത് പറഞ്ഞ പറ്റില്ല. എങ്കിൽ ശ്യാമയുടെ കണ്ണ് കെട്ട്. ഞാൻ റെഡിയാ. നിങ്ങളൊക്കെ പൊക്കോ. ശ്യാമേ, അവരിവിടെ ഉണ്ട്. തുടങ്ങിക്കോ. വിസ്മയ, മോളെ, മോളെ ശ്യാമേ, മോളെ ശ്യാമേ, മോളെ. അമ്മേ, മോളെ എവിടെയാ? അമ്മേ ഞാനിവിടെ ഉണ്ട്. മോളെ, അമ്മേ ഇങ്ങോട്ട് വാ. ഇവിടെ അമ്മേ. എവിടെയാ മോളെ? ആ അമ്മേ. മോളെ അവിടെ നിൽക്കും. മോളെ അവിടെ തന്നെ നിൽക്കും. ഇതിൽ പിടിച്ച് കയറി വാ മോളെ, പിടിച്ച് കയറി വാ. എന്നെ പൊന്നുമോളെ, എന്ത് പറ്റി മോളെ? നീ എങ്ങനെ കുഴിക്കാത്ത വീണേ? അത്തമ്മ, ഞാനേ എന്റെ കണ്ണനുള്ളപ്പോൾ എനിക്കൊരു പേടിയില്ലമ്മേ. കൃഷ്ണനാണ് എന്റെ ധൈര്യം, എന്റെ ജീവൻ. ശ്യാമേച്ചി, ചേച്ചി എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇത് ഞാനേ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ. അതെന്റെ കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ട് മാത്രല്ല, എന്റെ അനിയനോടുള്ള സ്നേഹം കൊണ്ട് കൂടിയാ. എന്റെയും ജീവിതം കണ്ണന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കല്ലേ. അത് നുണയാ. അരുന്ധതി ടീച്ചറും മോളും പറയുന്നതല്ലേ ചേച്ചി ഇപ്പൊ ജീവിക്കുന്നേ. ഭഗവാൻ കൃഷ്ണൻ എന്നും എന്റെ ധൈര്യം. ആ കണ്ണന്റെ നിത്യദാസിയാ ഞാൻ.
ചേച്ചി സഹിക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയല്ലേ? അപ്പോ ഇതൊന്നും ചേച്ചിയുടെ ത്യാഗമായിട്ട് ചെയ്യുന്നതല്ല മോനെ. നിന്നെ എനിക്ക് എന്നും ആരോഗ്യത്തോടെ കാണണം. അത് മാത്രം എനിക്ക് എൻ്റെ കൃഷ്ണനോടുള്ള പ്രാർത്ഥന. ശ്യാമേ, എന്നും പടിയിൽ ചന്ദനവും കുങ്കുമവും ചാർത്തുക. നല്ലൊരാളെ വരനായി കിട്ടാനാണോ ഈ നേർച്ച കാഴ്ചകളൊക്കെ? കൃഷ്ണന്റെ ശ്യാമയല്ലേ തിരുമേനി ഞാൻ. ഞാനെന്തിനാ വരന് വേണ്ടി വഴിപാടൊക്കെ നടത്തുന്നത്? അതെ അതെ അതെ, കൃത്യസമയത്ത് വരനായി സാക്ഷാ പറഞ്ഞു മനസ്സിലാവില്ല നിനക്ക്. മോറി നിൽക്കണം. ഇവന്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങൾ തന്നിട്ട് നീ നിന്റെ പാട്ട് നാട്ടുകാരെ കേൾപ്പിച്ചോ? ആ കടം വീടുന്നത് വരെ നിങ്ങളുമായിട്ടുള്ള അഗ്രിമെന്റ് ഞാൻ തെറ്റിക്കില്ല. പിന്നെ നീ ഇവിടെ പാടിയതിന്റെ അർത്ഥം എന്താടി? കൃഷ്ണഭക്തിയില് ഞാൻ അറിയാതെ പാടിപ്പോയത്. അതിന് നീ ആരാ? ദേ നോക്ക്, ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടി കാശ് എണ്ണി തന്നത് കൃഷ്ണനല്ല, ഞാനാ. ആ പണം കൊണ്ടാ ഇവനിപ്പോ നിന്റെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നത്. നീ അത്രയ്ക്ക് വലിയ ഭക്തയാണെങ്കിൽ കൃഷ്ണൻ നിന്റെ അനിയന്റെ രോഗം നുള്ളിയെടുക്കാത്തതെന്താ? കണ്ണനെ പരിഹസിക്കരുത്. നീ ഇപ്പൊ ഭക്തി കാണിക്കേണ്ടത് ശ്രീകൃഷ്ണനോടല്ല, ഞങ്ങളോടാ. നീ ഇപ്പൊ എന്റെ പണയ വസ്തുവാ. ലക്ഷങ്ങൾ തിരിച്ചു തരാനുള്ള ശേഷി നിനക്കോ നിന്റെ കുടുംബത്തിനോ ഇല്ല. ഇനി ജീവിതകാലം മുഴുവൻ എന്റെ മോളുടെ ശബ്ദമായി ഞങ്ങളെ അനുസരിച്ച് നീ കഴിഞ്ഞോണം. അതാ നമ്മൾ തമ്മിലുള്ള കരാർ. ചേച്ചി, വലിയ പാട്ടുകാരി ആവേണ്ട ആളാ ചേച്ചി. ആ അഹങ്കാരി പെണ്ണിന് വലിയ ആളാവാൻ വേണ്ടി ഒളിച്ചു നിന്ന് പാടേണ്ട അവസ്ഥയായി. എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും ചേച്ചി? അവളെന്റെ കൂട്ടുകാരിയല്ലേ അപ്പോ. നമ്മളെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചതവരാ. അവർക്ക് ദോഷമായിട്ടൊന്നും ഞാൻ പ്രവർത്തിക്കാൻ പാടില്ല. ഇനി അവരെ കയ്യിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ചേച്ചി. നമ്മുടെ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നവരെ അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്റെ കൃഷ്ണൻ തന്നെ ഒരാളെ അയക്കണം.
ജയന്തി, ഇവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വീട്ടിലെ മരുമകൾ ഇങ്ങനെ കിടന്നുറങ്ങിയ ശരിയാവില്ല. ജയന്തി, ജയന്തി വാതിലോർക്ക്. മനസ്സമാധാനായിട്ട് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല. നിന്റെ മുഖത്തെന്താ? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. അത് ഫേഷ്യൽ ചെയ്തതാ. ഇവിടെ ആർക്ക് സൗന്ദര്യബോധം ഇല്ലാന്ന് കരുതി എനിക്ക് എന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? എന്റെ മുഖം ഇങ്ങനെ വികൃതമായിരിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് ചോദിച്ചു പോയതാ. ബ്യൂട്ടി പാർലറിലെ വേറെ 5000 രൂപ മുടക്കി എന്റെ മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ അമ്മയുടെ മോന്റെ കയ്യിൽ കാശില്ലല്ലോ. അപ്പൊ ഇത്രയും ഫിനിഷിംഗ് ഒക്കെ കിട്ടും. പിന്നെ ചിലർക്കൊക്കെ എന്റെ മുഖം വികൃതമായി കണ്ടാ കൊള്ളാന്നൊക്കെ ഉണ്ട്. എന്നാലല്ലേ എന്നേക്കാളും സുന്ദരി ശ്യാമയാണെന്ന് ആളുകൾ പറയൂ. ദേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഓ, വലിയ കലാകാരന്മാരുടെ ഫാമിലിയാ. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞാ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചയച്ചത്. തൊട്ടിനും പാട്ടിനും മാത്രം ഒരു കുറവുമില്ല. പക്ഷെ വരുമാനം മാത്രം ഇല്ല. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നേരത്തെ പലതവണ പറഞ്ഞതാ, പക്ഷെ ഇതിപ്പോ അത്യാവശ്യം. ഈ അമ്പലവാസി തെരുവിൽ അവസാനിക്കേണ്ടതല്ല എന്റെ മോളുടെ ജീവിതം. എത്രയും പെട്ടെന്ന് ശ്യാമയുടെ കല്യാണം നടത്തണം. ദേവകി, അത് നിന്നെക്കാൾ ആഗ്രഹിക്കുന്നവരാ ഞങ്ങളും. പക്ഷേ നമ്മളിപ്പോ ഒരു വല്ലാത്ത കുരുക്കിലാകപ്പെട്ടിരിക്കുന്നേ. അപ്പുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ വീടും പുരയിടും മാത്രമല്ലല്ലോ, എന്റെ മോളുടെ ജീവിതം കൂടാ ഞാൻ പണയം വെച്ചത്. അങ്ങനെ ചിന്തിച്ചിരുന്ന് അവളുടെ ജീവിതം നശിച്ചു പോകും. എനിക്ക് ഉറപ്പാ എന്റെ മോൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും. അതെ, അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചാ മതി. ശ്രമിക്ക് നടന്നത് തന്നെ. എന്റെ നാത്തൂനായതുകൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. ഇതുവരെ 10-12 കല്യാണ ആലോചനകൾ അവൾക്ക് വന്നതല്ലേ. വന്നതെല്ലാം അന്തസ്സുള്ള കുടുംബക്കാരും നല്ല സൂപ്പർ ചെറുക്കന്മാരും. പക്ഷെ പെണ്ണ് ചായയുമായി വരുമ്പോഴേക്കും ചെറുക്കനും കൂട്ടരെ എഴുന്നേറ്റ് ഓടും. അത്ര കണ്ട് മുഖസൗന്ദര്യം അല്ലേ? എന്റെ മോൾക്ക് സൗന്ദര്യം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ശ്രീകൃഷ്ണന്റെ നിറ അവൾക്ക്. ഭഗവാന്റെ സംരക്ഷണത്തിലാ അവള് വളർന്നത്. അമ്മ മാത്രമേ അത് പറയൂ. മോള് സുന്ദരിയാ, തങ്കക്കട്ടിയാ, അവളുടെ മനസ്സ് 10 മാറ്റ് സ്വർണ്ണാന്നൊക്കെ. എന്റെ അമ്മേ, ഇന്നത്തെ കാലത്ത് ഏത് ചെക്കനാ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മനസ്സ് സ്വർണ്ണാന്നൊക്കെ ഒരച്ചു നോക്കാൻ നേരം? ദേഹം നിറച്ച് സ്വർണ്ണം ഉണ്ടോന്ന് നോക്കും. കാണുമ്പോ പെണ്ണിന് കുറച്ച് നിറവും തുടുപ്പും ഒക്കെ കാണണം. അത്രയും മതി. ഇതിപ്പോ പണോ ഇല്ല, സൗന്ദര്യോ ഇല്ല. ജയന്തി, പരിഹസിക്കണ്ട. ഓ, അപ്പൊ പരിഹാസാണെന്ന് മനസ്സിലായി. എങ്കിലേ പെണ്ണ് കാണൽ ചടങ്ങെന്ന ഈ കോമഡി അവസാനിപ്പിക്ക്. എന്നിട്ട് അവളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നടക്കിരുത്ത്. ജയന്തി, എന്റെ പെങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ വരണ്ട. ഓഹോ, അത്രയും തന്റേടുള്ള ആങ്ങളെയാണെങ്കിൽ അവളുടെ കല്യാണം അങ്ങ് നടത്തി കാണിക്കും. നടത്തി കാണിക്കാടി. ഇവിടെ പണത്തിന് മാത്രമേ കുറവുള്ളൂ. ഞങ്ങളുടെ പാരമ്പര്യ അഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അയ്യോ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ 2 വർഷമായി. ഇതുവരെ നല്ലൊരു സാരി വാങ്ങി തരാത്ത ആളാ. എന്നിട്ടാണ് പാരമ്പര്യത്തെ കുറിച്ച് അഭിമാനത്തെ കുറിച്ചും പറയുന്നത്. ജയന്തി, കുടുംബത്തിൽ ആദ്യം വേണ്ടത് മനസ്സമാധാനം. സമാധാനം ഇവിടെ വന്നു കയറി ആ നിമിഷം എനിക്കത് നഷ്ടപ്പെട്ടതാ. എന്നാ നീ പറയടി, നിനക്ക് എവിടെ സമാധാനം കിട്ടുമെന്ന് ഞാൻ അവിടെ കൊണ്ടാക്കി തരാം. അരവിന്ദ മോളെ, ശ്യാമയുടെ പേര് നിങ്ങൾ രണ്ടുപേരും വഴക്കുകൂടണ്ട. അവിടെ അമ്മയും അച്ഛനും ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ. ഞങ്ങൾ തീരുമാനം എടുത്തോളാം. ശ്യാമയൊരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് അരവിന്ദനെ ഇഷ്ടത്തിന് കിട്ടാത്തതെന്ന് ജയന്തിയുടെ പരാതി. എല്ലാത്തിനും പരിഹാരം ശ്യാമയുടെ വിവാഹ. ദേവകി, നിന്റെ ടെൻഷൻ എനിക്കറിയാം. ശ്യാമയെ കാണാൻ ഒരു കൂട്ടരുമായിട്ട് വരാമെന്ന് ബ്രോക്കർ പറഞ്ഞതാ. പക്ഷേ
രാവിലെ മുതൽ വിളിച്ചിട്ട് അയാൾ ഫോണും എടുക്കുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടിയാ വാസുവേട്ട. അരുന്ധതി ദേവിയുടെ കുരുക്ക് കൂടുതൽ മുറുകുന്നതിന് മുൻപ് ശ്യാമയുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ അപകട. എല്ലാത്തിനും വഴികാട്ടിയായ ശ്രീകൃഷ്ണന്റെ അമ്പലനടയിലല്ലേ നമ്മുടെ മോളിപ്പോ. ഭഗവാൻ കൃഷ്ണൻ കാത്തോളും. നമുക്കിപ്പോഴും കല്യാണം കഴിഞ്ഞ അതേ പ്രായം അല്ലടോ. തോന്നലൊക്കെ നല്ലതാണ്. ആ കൂട്ടത്തിൽ നമുക്ക് 3 മക്കളുണ്ടെന്നും മൂത്ത മോന് 2 കുട്ടികളുണ്ടെന്നും ഓർക്കണം. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്? ഷഷ്ടിപൂർത്തിയിലെത്തിയിട്ടും റൊമാൻസിനൊട്ടും കുറവില്ല അല്ലേ? അതുകൊണ്ടല്ലേ വസു നമ്മളിപ്പോഴും ജീവിതം ആസ്വദിക്കുന്നത്. അർജുൻ, ആരാധ്യ, അടങ്ങിയിരിക്കും മക്കളെ. ഫംഗ്ഷനിൽ പങ്കെടുക്കാനേ ഇന്ന് ഒരുപാട് VIP കൾ വരുന്നതാ. ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിൻ. ഈ പ്രായത്തിലെ കുട്ടികളോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞാ കേക്കോ? ഞാൻ വെറുതെ വായിട്ടളയ്ക്കാമെന്ന് മാത്രം. എന്താ ലക്ഷ്മി അപ്പച്ചി തനിയെ നിന്ന് സംസാരിക്കുന്നത്? മോളെ, ഈ കുടുംബത്തിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ ഇന്നത്തെ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് ഞാനാണല്ലോ. അതിന്റെ പ്രാക്ടീസില. എങ്കിൽ പ്രാക്ടീസ് നടക്കട്ടെ. ഇതാണ് അമൃത, ആനന്ദവർമ്മയുടെയും വസുന്ധരാമയുടെയും മൂത്ത മകനായ ആദിത്യന്റെ ഭാര്യ. ഇപ്പൊ പോയ 2 കുസൃതികളില്ലേ, അവരുടെ അമ്മ. അല്ല അമൃതേ, നീ ഇവിടെ ഇങ്ങനെ കയറിയിരുന്നാലെങ്ങനെ? ഇവിടുത്തെ മൂത്ത മരുമകൾ നീയാ. ഇന്നേ ദിവസം എല്ലായിടത്തും നിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഞാനേ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. അത് പോരെ മോളെ, നീ ഐശ്വര്യ നോക്ക്. അരുണിന്റെ ഭാര്യയായിട്ട് ഐശ്വര്യ ഈ വീട്ടിൽ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്നേക്കാൾ പ്രധാനപ്പെട്ടവളായിട്ട് ഐശ്വര്യ മാറിക്കഴിഞ്ഞു. അതാണ് മിടുക്ക്. ആദ്യേട്ടന്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി ഒരു സാധാരണ വീട്ടമ്മയായി ജീവിക്കാനാ എനിക്കിഷ്ടം. ഈ കുടുംബത്തെ എനിക്ക് ആ സ്ഥാനം മാത്രം മതി. ആരോടും അസൂയയില്ലാത്ത, ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് കിട്ടിയതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കണ്ടതിനെ നേരെ ഓപ്പോസിറ്റ് ആണ് അരുണിന്റെ ഭാര്യ ഐശ്വര്യ. ഈവനിംഗ് പാർട്ടിക്ക് വേണ്ടിയുള്ള മെനു എല്ലാം ഓക്കെ അല്ലേ? എല്ലാം കറക്റ്റാ. വെജിറ്റേറിയനും നോൺ വെജും 2 സെക്ഷൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുഡ് കൊണ്ടുവരുമ്പോ തന്നെ പ്രിപ്പറേഷൻ നല്ല രീതിയിലാണോന്ന് നോക്കണം. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അറിയിക്കാം. ആ മോളെ, ഈ ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മോളായിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടി അല്ലേ? ബ്യൂട്ടി ക്വീൻ. താങ്ക്സ്. പിന്നെ ഒരു ബ്യൂട്ടി ക്വീൻ. ഇതാണ് നമ്മുടെ ബ്യൂട്ടി ക്വീനിന്റെ കിങ്. ആനന്ദവർമ്മയുടെ 2ാമത്തെ മകൻ അരുൺ. ആള് മിസ് കേരളയുടെ സൗന്ദര്യം കണ്ട് വീണതാ. ഈ ഡ്രസ്സിൽ തന്നെ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ ആ പഴയ മിസ് കേരള ഐശ്വര്യയ്ക്ക് മിസ്സിസ് ഇന്ത്യ കിരീടത്തിന് കൂടി മത്സരിക്കാം. ദേ, എൻ്റെ ഫുൾ സപ്പോർട്ടും തനിക്കുണ്ടായിരിക്കും. ഞാൻ ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല. കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക്, ഇത് രണ്ടുമാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത്. എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് താനെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും. അമൃതേട്ടത്തെ കണ്ടുപിടിക്ക്. ഏട്ടത്തെ എത്ര സിമ്പിളാ. അരുൺ, മറ്റുള്ളവരുമായി എന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല.
ഓരോരുത്തരെയും നിർത്തേണ്ടടുത്ത് നിർത്തണം, അല്ലെങ്കിലേ തലേ കയറി നിരങ്ങും. ഈ സാധനത്തിനെ പിണക്കിയാലേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പാടാ. ഹലോ ചന്ദ്ര, ഞാൻ രാവിലെ മുതൽ തന്നെ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നതാ. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ വീട്ടിലെത്തി ചാർജ് ഇട്ട ശേഷമാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പാർട്ടിയില്ലേ, അവരിന്ന് ശ്യാമയെ പെണ്ണ് കാണാൻ വരും. ചന്ദ്ര, നിങ്ങൾ എപ്പോഴത്തേക്കാ വരുന്നേ? 1 മണിക്കൂറിനുള്ളിൽ എത്തും. ഓ ശരി ശരി. ദേവകി, ശ്യാമ ഇതുവരെ വന്നില്ലേ? അവൾ അപ്പൂനും കുട്ടി അമ്പലത്തിലേക്ക് പോയതാ, വരേണ്ട സമയമായി. ചന്ദ്രൻ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ, പെണ്ണ് കാണാൻ ചെറുക്കനെ കൂട്ടുമായിട്ട് ഇപ്പൊ എത്തുമെന്ന്. ആണോ? അവര് വരുമ്പോ അവൾ ഇവിടെ ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? പയ്യൻ എവിടുന്നാ? ശ്യാമയുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ അവര് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കും അയച്ചു കൊടുത്തിട്ടുള്ള. ജയന്തി, നിന്റെ നാവൊന്ന് അടക്കി വെക്ക്. ഞാൻ പരമാവധി അടക്കി വെച്ചിരിക്കുക. കല്യാണം നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചു വരുത്തുന്നത്? ഈ ആലോചന നടക്കും. ആലോചന നടക്കും. പക്ഷേ പയ്യൻ പെണ്ണിനെ നേരിട്ട് വന്ന് കാണുമ്പോ നടക്കല്ല, ഓടി അങ്ങ് പോവും. ഇനി ഞാനൊരു സത്യം പറയാം. ഉദ്യോഗസ്ഥരായിട്ടോ പണക്കാരനായിട്ടോ കൊള്ളാവുന്ന ആരും അവൾക്ക് വരനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്തെങ്കിലും കുറ്റവും കുറവും ഉള്ള എന്ന് വെച്ചാ അംഗവൈകല്യം ഉള്ളതോ അതിൽ തന്നെ പൊട്ടക്കണ്ണനായിട്ടുള്ള ആരെങ്കിലും ആയ ഏറ്റവും നല്ലത്. ദേവകി, നമ്മുടെ മോടെ സൗന്ദര്യം തിരിച്ചറിയുന്ന ഒരാള് അവക്ക് വരനായിട്ട് വരും. ഹലോ സാർ, ഇവിടെ ഫാക്ടറിയിൽ ഒരു മെഷീൻ കേടായിട്ട് എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല. ശരി, കാർ ഫാക്ടറിയിലേക്ക് തിരിക്കും. അവിടെയാണോ? വാസുദേവ, ഇതാണ് പയ്യൻ. ശ്യാമ എന്താ വരാത്തെ? അവളെ വിളിക്കാൻ അപ്പുറത്തെ രാജി പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. വന്ന് കയറുമ്പോഴേ അറിയാം ഇതൊരു കലാപാരമ്പര്യമുള്ള കുടുംബമാണെന്ന്. നമ്മൾ ഇവിടുത്തെ എല്ലാ ചുറ്റുപാടുകളും അറിഞ്ഞിട്ടല്ലേ വന്നത്. ഇനിയിപ്പോ പെണ്ണ് കാണൽ ചടങ്ങ് മാത്രം മതി. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇതുവരെ വന്ന എല്ലാ കല്യാണാലോചനകളും മുടങ്ങിയത് നിറത്തിന്റെ പേരില. ഇതെങ്കിലും ഒന്ന് നടത്തി തരണേ കണ്ണ. ശ്യാമൻ, വേഗം വാ, അത് വഴിവാ. ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. പെണ്ണിനെ കാണാതെ അവര് തിരിച്ചു പോണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചു. വേഗം ഈ വേഷം ഒന്ന് മാറ്. ദേ, പയ്യന്റെ ബന്ധുക്കളുടെ മുമ്പിലെ നല്ല സുന്ദരിയായിട്ട് വേണം നിൽക്കാൻ. വാ. ഭൂലോക സുന്ദരി എന്നുള്ള ഒരു ബോർഡ് കൂടി കഴുത്തിലിട്ട് കൊടുക്ക്. അല്ല, അവർക്ക് സുന്ദരിയാണെന്ന് സംശയം തോന്നാതിരിക്കാനാ. ഏട്ടത്തി എന്തിനാ എപ്പോഴും എന്റെ ചേച്ചി ഇങ്ങനെ കളിയാക്കുന്നത്? ആര് പറഞ്ഞു കളിയാക്കിയതാണെന്ന്? ഞാൻ സത്യം പറഞ്ഞതാടാ. ഇത്തവണയും കുറച്ച് ചായയും പലഹാരങ്ങളും ചെലവാകും, അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏട്ടത്തെ എന്ത് വേണേലും പറഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ അവസാന വാക്കൊന്നും അല്ല വിവാഹം. ഓ,
കല്യാണം കഴിക്കാതെ എത്രയോ സ്ത്രീകള് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തും സാമൂഹ്യ സേവനം ചെയ്തും ജീവിക്കുന്നു. നീ ഇപ്പൊ പറഞ്ഞതിനൊരു പഴഞ്ചൊല്ലുണ്ട്, കിട്ടാത്ത മുന്തിരി പൊളിക്കും. ജയന്തി, പെണ്ണിന്റെ സൗന്ദര്യം അവളെ നോക്കുന്ന ആണിന്റെ കണ്ണുകളില. ഈ ആലോചന നടക്കും. ആ, ഈ തിരുമുഖം കാണുമ്പോഴേ അവര് സ്ഥലം വിട്ടോളും. ആ, ഏതായാലും ഒരു ചടങ്ങല്ലേ, നടക്കട്ടെ. കാറ് വിളിച്ച് വന്നവര് ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോട്ടെ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കല്യാണം മുടങ്ങിന്ന് വേണ്ട. മോളെ, നീ പോയി വേഗം ഒരുങ്ങ്. അമ്മയെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത് അയ്യോ സോറി, ഞാനല്ല പെണ്ണ്. ഞാനിവിടുത്തെ അരവിന്ദന്റെ ഭാര്യയാ. ഇതിനു മുൻപ് പെണ്ണ് കാണാൻ വന്ന 10-12 ചെക്കന്മാരും പെണ്ണ് ഞാനാണെന്നാ വിചാരിച്ചെ. ചായ ഇരുന്ന് തണുക്കണ്ടെന്ന് കരുതി കൊണ്ടുവന്നതാ. ശ്യാമ ഇപ്പൊ വരും, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. വെറുതെ ഇങ്ങനെ വേഷം കെട്ടി നിക്കണോ അമ്മേ? ഏട്ടത്തി പറഞ്ഞതുപോലെ ഇവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നു. ശ്യാമച്ചക്ക് ചേരുന്ന ചെറുക്കനാ. പേരെന്താന്നറിയാവോ? ഉണ്ണികൃഷ്ണൻ. അവന്റെ കാര്യം മോളെ, ഭഗവാൻ കൃഷ്ണനായിട്ട് കൊണ്ടുവന്ന ബന്ധമാ. അല്ല, ഉണ്ണികൃഷ്ണൻ നിന്നെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഉണ്ണികൃഷ്ണന്റെ വീട്ടുകാർക്കൂടെ ഇഷ്ടപ്പെട്ട ഈ വിവാഹം നടക്കും. അപ്പോ അരുന്ധതി ദേവിയായിട്ടുള്ള എഗ്രിമെന്റ്, വിവാഹം നടന്നാൽ അവരോടൊപ്പം വിസ്മയ്ക്ക് വേണ്ടി പാടാൻ പോകാൻ പറ്റൂ? കടം വീട്ടാതെ കരാർ ലംഘിച്ച നമ്മള് പെരുവഴിയിലാവും. മോളെ, നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇത് നിനക്ക് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊണ്ടുവന്ന ബന്ധമാണെന്ന് കരുതിയാ മതി. അതെ, ചെറുക്കൻ പെണ്ണിനെ കാണാൻ കാത്തിരുന്ന് ബോറടിക്കുക. ഒന്ന് വേഗം ചെല്ലാവോ? ആ, പെട്ടെന്ന് വാ മോളെ. ആ മോളെ, പൂ വെച്ചിട്ട് പോവാം. ഓ, എന്തിനാ വെറുതെ മുല്ലപ്പൂ? വെളുത്ത പൂവും ഇരുണ്ട നിറവും. ചെറുക്കന്റെ കണ്ണിലെ ഈ പൂവ് മാത്രമേ കാണൂ, മുഖം കാണില്ല. ഒന്ന് അനങ്ങി നടക്ക് പെണ്ണേ. നീ വേഗം ചെന്നാലേ അതിനേക്കാൾ വേഗത്തിൽ അവർക്ക് പോവാം. ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാം. ഓ, ഇത്രയും ദൂരം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് ഈ പെണ്ണിനെ കാണിക്കാനാണോ? പെണ്ണ് തനി തങ്കമാണെന്ന് താനല്ലേ പറഞ്ഞത്? ഇതിപ്പോ തീ വീണ് കരിഞ്ഞ ചെമ്പ് പോലെയുണ്ട്. പെൺകുട്ടിയെ കാണാൻ ഇരുനിറമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതാണോടോ ഇരുനിറം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ കണ്ടുപിടിച്ചൊരു സൗന്ദര്യ റാണി. എഴുന്നേറ്റ് വാടാ. അമ്മയൊന്ന് നിന്നേ. അമ്മ ശ്യാമയിൽ കണ്ട കുറവെന്താ? നിനക്ക് ചേരില്ല. ഇവളെ കെട്ടിയാലേ ആളുകൾ നിന്നെ കളിയാക്കും. സോറി വാസുദേവ, ഞങ്ങൾ ഇറങ്ങാ. അങ്ങനെ സോറി പറഞ്ഞ് ഇറങ്ങാൻ വരട്ടെ. ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ. വെളുത്ത പെൺകുട്ടിയല്ല എന്നതാണ് നിങ്ങൾ ശ്യാമയിൽ കാണുന്ന പോരായ്മയെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ശ്യാമയ്ക്ക് ഈശ്വരൻ നൽകിയ സൗന്ദര്യം സംഗീതമാണ്. ഞാൻ അതാണ് ഇഷ്ടപ്പെട്ടത്.
എനിക്കറിയാം ശ്യാമ നല്ലൊരു ഗായികയാണെന്ന്. ശ്യാമ ക്ഷേത്രത്തിൽ വെച്ച് പാടിയത് ഞാൻ കേട്ടതാണല്ലോ. പത്തു ദിവസം വെയിലടിച്ച കറുത്തു പോകുന്ന തൊലിപ്പുറത്തെ സൗന്ദര്യത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പാട്ടുപാടാനുള്ള ശ്യാമയുടെ കഴിവിനെയാണ്. ഇനി ജീവിതകാലം മുഴുവൻ എന്റെ മോളുടെ ശബ്ദമായി ഞങ്ങളെ അനുസരിച്ച് നീ കഴിഞ്ഞോണം. അത് തെറ്റിച്ച നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. രാധികയെ, ഇവൻ ഈ കുട്ടിയെ മതിയെങ്കിൽ നമ്മളെന്തിനാ വെറുതെ വാശി പിടിക്കുന്നേ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു ഗായികയല്ല. അത് സമ്മതിച്ചു തരാത്തത് ശ്യാമയുടെ വിനയം കൊണ്ടാണെന്ന് മനസ്സിലായി. ഇപ്പോ പ്രശസ്തിയായിക്കൊണ്ടിരിക്കുന്ന ഗായിക വിസ്മയുടെ സെയിം വോയിസാ ശ്യാമയുടേത്. ശ്യാമ മനസ്സ് വെച്ച വിസ്മയേക്കാൾ മികച്ച ഗായികയാവാൻ പറ്റും. ഇവളാണ് വിസ്മയാക്കി വേണ്ടി. വിസ്മയെ പോലെ പാട്ട് പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല. ശ്യാമ ക്ഷേത്രത്തിൽ വെച്ച് പാടിയത് ഞാൻ കേട്ടതാണല്ലോ. അത് ഞാനായിരിക്കില്ല. എന്നെ പോലുള്ള മറ്റാരെയും കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും. ക്ഷമിക്കണം, എനിക്കൊരിക്കലും ഒരു പാട്ടുകാരിയാവാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിച്ചു വന്നതൊരു ഗായികയാണെങ്കിൽ സോറി. നിറവും ഇല്ല, സൗന്ദര്യവും ഇല്ല, ഇപ്പൊ പറയുന്ന സംഗീതവും ഇല്ലെന്ന്. പിന്നെ എന്ത് കഴിവ് കണ്ടിട്ടാ ഈ കാക്കപ്പൊന്നിനെ കല്യാണം കഴിക്കുന്നേ? ഇനി എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ? വാടാ, ഇങ്ങോട്ട് വാടാ.